പാടമാണ്. ഈ സംഭവം ഇവിടെ കൃഷി കഴിഞ്ഞ് നെല്ലെല്ലാം കൊടുത്തു. അപ്പോൾ ഇനി അടുത്ത കൃഷിക്ക് വേണ്ടി അവരിവിടെ കംപ്ലീറ്റ് ഈ ഇതിൻ്റെ കച്ചിയെല്ലാം ഇട്ട് കത്തിക്കുവാണ്. അപ്പം ഞാനത് കണ്ടുകൊണ്ടെന്ന് വന്നേ. അപ്പോൾ എനിക്കിവിടെ ഇച്ചിരി പണിയുണ്ട്. അപ്പോൾ ആ പണിക്ക് വന്നപ്പോൾ കണ്ടൊരു വീഡിയോ എടുക്കണം. ഞാൻ ഈ വരുന്നതിൻ്റെ കാര്യമല്ല, ഇവിടെ പ്രാവെല്ലാം കൂടെ വന്നിട്ട് ഇതിനകത്ത് നെല്ല് കാണും. ഈ നെല്ലെല്ലാം കൂടെ ഇത് നിങ്ങൾ കൊത്തി തിന്നിട്ട് ഇതെല്ലാം കൂടെ പറക്കുന്നൊരു സീനുണ്ട്. ഇപ്പോൾ കണ്ടോണേ, ഞാൻ അതിന് വേണ്ടിയാണ് ഇപ്പോൾ വന്നത്. എന്താ അടിപൊളിയല്ലേ? സീനെ കൊണ്ട് കൊള്ളാം. എന്താ ഞങ്ങളവിടെ അടുത്തടുത്ത് പോയിരുന്നേ. ഓടുക നിങ്ങളെല്ലാം കൂടെ ഓടുമല്ല, പറക്കുവേ. എന്ത് രസമാണ് നോക്കിയല്ലേ. എല്ലാം പറഞ്ഞ് അർത്ഥമെടുത്ത് പോയി. എല്ലാം കൂട്ടമായിട്ടും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ കച്ചിയുണ്ട്, ഇതെല്ലാം കച്ചി അവർ മെഷീന് കട്ട് ചെയ്ത കച്ചിയായി കിടക്കുന്നതല്ല. നിങ്ങൾക്കൊക്കെ വല്ല പോത്തോ ക്രാവോ പശുവോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പൈസ ഒന്നും കൊടുക്കുകയൊന്നും വേണ്ട. ഇവിടുന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വന്ന് എടുത്തുകൊണ്ട് പോകാം കേട്ടോ. ഇതുണ്ട്, നല്ല സൂപ്പർ കച്ചി ഇതുണ്ട്. ഇതിന് പൈസ ഒന്നും കൊടുക്കണ്ട. നിങ്ങൾ പോത്തിനെ ക്രാവിനെ പശുവിനെ ഒക്കെ വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ കച്ചി കിടപ്പുണ്ട് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോയാൽ ആരും ഒന്നും പറയത്തില്ല. കാര്യം അവർക്കിത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കി വെച്ചാൽ മതി. നമ്മൾ പുറത്തൊക്കെ ഇത് തിരിയായിട്ട് വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതിനൊക്കെ ഒരുപാട് പൈസ കൊടുക്കണം. ഒരു തിരിക്കെങ്ങാണ്ട് ഞാൻ മേടിച്ചിട്ടില്ല, അപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് ഇതുപോലെ കൊയ്ത്ത് ഇപ്പം അതുകൊണ്ട് ഇന്നത്തെ കാര്യമാണ് ഈ പറയുന്നത്. ഇനി ഈ പാടത്ത് 1-2 സ്ഥലത്ത് കൊയ്ത്ത് നടക്കാനുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കച്ചി വേണമെന്നുണ്ട്, ഇതെല്ലാം ഒരു കത്തിച്ച് കളഞ്ഞുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കച്ചിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ തോട്ടപ്പള്ളി വന്നാൽ നിങ്ങൾ ഈ നാലിയറപ്പാടത്ത് വന്നാൽ മതി. നാലിയറപ്പാടത്ത് വരാമെങ്കിൽ നിങ്ങളൊരു ബൈക്കിലോ ഒക്കെ വരാമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇവിടുന്ന് ഒത്തിരി പേര് അങ്ങനെ വന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഞാനും കുറച്ച് എടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഇങ്ങോട്ട് കത്തിച്ച് കളയത്തേ ഉള്ളൂ. എന്താ മൊത്തം കത്തിച്ച് കളയുക. അവിടെയൊക്കെ ആൾക്കാർ ഇന്നത് കത്തിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ ഇതിനകത്ത് വെള്ളം കയറ്റും. വെള്ളം കയറ്റി കഴിഞ്ഞ് താറാവിനെയൊക്കെ ഇറക്കി ബാക്കി ഇതിനകത്ത് നെല്ലൊക്കെ ഒരുപാട് കൊഴിഞ്ഞു പോകും. അപ്പോൾ ആ നെല്ലൊക്കെ തിന്നാൻ വേണ്ടി ഇവിടെ താറാവ് കൃഷി നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ താറാവ് കൃഷി നടത്തുന്ന ആൾക്കാർ താറാവിനെയൊക്കെ ഇറക്കും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും കച്ചിയുടെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ഒരു 10 പൈസ പോലും കൊടുക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളെ പശുവിന് കൊടുക്കാനും ഒക്കെ ആവശ്യത്തിന് കച്ചി എടുത്തുകൊണ്ട് പോകാം. ഓക്കെ, അപ്പം 2 മണി കഴിഞ്ഞ് ഞാൻ പണിക്ക് ഇറങ്ങാൻ പോവാണേ. കുറച്ച് ദിവസമായിട്ട് പണിയൊന്നും ഇല്ലായിരുന്നു. കല്ലുപണിയൊക്കെ തീരെ കുറവാണ്. ഇപ്പോൾ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കെട്ട് ഇതിൻ്റെ കുറച്ച് മെയിൻ്റനൻസ് പണി ബാക്കി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഇന്ന് വന്നതാണ്. അപ്പോൾ അന്നേരം കണ്ട ഒരു ഇതാണ്. ഇത് നമ്മുടെ കണ്ടത്തിലേക്കുള്ളൊരു വാച്ചാലാണ്. ഈ കണ്ടത്തിലേക്കെല്ലാം വെള്ളം കയറ്റുന്നത് ഇത് വാച്ചാലാണ്. ഇത് തൂമ്പ വഴി ആറ്റിലെ വെള്ളമാണ് നമ്മൾ ഇതിനകത്തോട്ട് കയറ്റുന്നത്. വേണ്ട ഇതുപോലെ താറാവിനെയൊക്കെ ഇറക്കി ഇപ്പം അവർ വെള്ളം കയറ്റും. ഇപ്പോൾ ഉടനെ തന്നെ അത് വെള്ളം കയറ്റി നിറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നോ നാളെയോ ഈ ആഴ്ച വന്നാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഈ ആഴ്ച നിങ്ങൾ വരാമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കച്ചി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവാം. അതിന് പൈസ കൊടുക്കണ്ട, ഞാൻ വീണ്ടും പറയുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരി എന്നാൽ കേട്ടോ.